രാജസ്ഥാനിൽ ബി.ജെ.പി. സർക്കാർ ഒലിച്ചു പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. അതായത് കോൺഗ്രസ് സുഗമമായി അധികാരത്തിലേക്ക് എത്തുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു. സച്ചിൻ പൈലറ്റ് തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്ന് വ്യക്തമാക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ്. അവിടെ പ്രധാനമായും ബി.ജെ.പിക്കുള്ളിലെ പടലപ്പടക്കം തന്നെയാണ് സംസ്ഥാനത്ത് അതിരൂക്ഷമായി മാറിയിരിക്കുന്നത്. ഭജൻലാലിനെ നീക്കണം എന്ന വാദം അതിശക്തമാണ്. ഇതിനോടകം തന്നെ വസുന്ധര സിന്ധെ കേന്ദ്ര നേതൃത്വത്തിന് കൃത്യമായ മറുപടി കൊടുത്തിരിക്കുകയാണ്. സംസ്ഥാനത്ത് വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടാകാൻ കാരണം തന്നെ ജനങ്ങൾക്ക് മന്ത്രിസഭയോടുള്ള മതിപ്പ് കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെയാണ്. ജനങ്ങൾക്ക് ഒരു രീതിയിലും ആശ്വാസകരമല്ല ഈ മന്ത്രിസഭ. ഇത് ബി.ജെ.പി. മന്ത്രിസഭയാണെന്ന് പറയാൻ തന്നെ അപമാനമാണ്. ഭജൻലാലിനെ പോലൊരാളെ പിടിച്ചാക്കവേ വസുന്ധരയോട് കണക്ക് തീർക്കാൻ കേന്ദ്രം ഇറങ്ങിയതാണോ എന്നെല്ലാവർക്കും ചോദ്യമുണ്ടായിരുന്നു. പകപോക്കൽ രാഷ്ട്രീയമാണ് നേതൃത്വം വസുന്ധരയോട് കാട്ടിയത്. വസുന്ധരയെ പോലെ തന്നെ സീനിയോറിറ്റിയുള്ള നേതാവാണ് ശിവരാജ് സിംഗ് ചൗഹാൻ. എന്നാൽ അദ്ദേഹത്തിനെ വിദിശയിൽ നിന്ന് മത്സരിപ്പിച്ച് അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രിസ്ഥാനം നൽകി. എന്നാൽ വസുന്ധരയെ, അതായത് കൃത്യമായും പാർട്ടിയെ ചടുലതയോടെ രാജസ്ഥാൻ്റെ മണ്ണിൽ മുന്നോട്ട് കൊണ്ടുപോയ വസുന്ധരയെ ഒരു സ്ഥാനവും നൽകാതെ അവരെ നാണം കെടുത്തി ഒരു മൂലക്കിരുത്തുന്ന ഈ രാഷ്ട്രീയ സാഹചര്യത്തോടാണ് അവിടുത്തെ ഭൂരിഭാഗം വരുന്ന ബി.ജെ.പി. നേതൃത്വവും ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നരേന്ദ്രമോദിയല്ല ബി.ജെ.പിയുടെ അവസാന വാക്കെന്നും രാജസ്ഥാനിൽ വസുന്ധരയോളം മറ്റാർക്കും വില കൊടുത്തിട്ടില്ലെന്നും ബി.ജെ.പി. നേതൃത്വം പറയുമ്പോൾ അതിനെ കവച്ചു വയ്ക്കാനുള്ള മറുപടിയൊന്നും നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും പക്കലില്ല. അമിത്ഷാ അടക്കമുള്ള ആളുകളെ അടുപ്പിക്കില്ല എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തായിരുന്നു വസുന്ധര അക്കാലം അത്രയും ഭരിച്ചത്. വസുന്ധര മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ നരേന്ദ്രമോദിക്കും അതുപോലെ തന്നെ അമിത്ഷായ്ക്കും കാര്യമായ സ്വീകരണം പലപ്പോഴും ലഭിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതേസമയം പ്രതിരോധ മന്ത്രിയായിരുന്ന രാജ്നാഥ് സിംഗിനെ ഇരു കൈയും നീട്ടി വസുന്ധര പലപ്പോഴായി പല അവസരങ്ങളിൽ സ്വീകരിച്ചിട്ടുമുണ്ട്. പല പരിപാടികൾക്കും ഉദ്ഘാടനത്തിന് അദ്ദേഹത്തിനെ വിളിച്ചിട്ടുമുണ്ട്. വസുന്ധരയുടെ ഈ രീതി തന്നെ അദ്വാനി പക്ഷക്കാരനായ ഒരു നേതാവിനെ ശക്തമായി സപ്പോർട്ട് ചെയ്യുക എന്ന വാദഗതിയായിരുന്നുവെന്ന് പലരും പറയുകയുണ്ടായി. തികഞ്ഞ മോദി വിരുദ്ധയായ ഒരു വ്യക്തി എന്ന രീതിയിൽ തന്നെയാണ് വസുന്ധരയ്ക്ക് ഒരു പരിഗണനയും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ലഭിക്കാത്തത് എന്നാണ് പറയപ്പെടുന്നത്. അതല്ലെങ്കിൽ ഒരുപക്ഷെ ദുഷ്യന്ത് നിലവിൽ നിയമസഭാ പ്രതിനിധിയായിട്ടുള്ള മണ്ഡലത്തിൽ വസുന്ധരയ്ക്ക് ടിക്കറ്റ് നൽകി പകരം ദുഷ്യന്തിനെ ജാൾറ പത്താനിലേക്ക് ഇറക്കണമായിരുന്നു എന്ന വാദഗതിയും പല കോണിൽ നിന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഭജൻലാൽ സർക്കാർ മുന്നോട്ട് പോകാൻ യാതൊരു സാധ്യതയും ഇല്ല തന്നെ.